കോട്ടയം ജില്ലയിലെ പടിഞ്ഞാറൻ മേഖലയിലെ പോളശല്യം ജനജീവിതത്തെ വല്ലാതെ ബാധിക്കുന്നു. ജലഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു കഴിഞ്ഞു. വേനൽ കടുത്തതോടെ പോള ചെയ്യുന്നത് ശുദ്ധജല ലഭ്യതയ്ക്കും തടസ്സമായി കഴിഞ്ഞു. എല്ലാ വർഷവും ഉണ്ടാകുന്നത് കൊണ്ടാണോ എന്നറിയില്ല, പോളശല്യം അതിരൂക്ഷമായിട്ടും ഇതുവരെ പരിഹരിക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിട്ടില്ല. വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന കോട്ടയം ജില്ലയിലെ തോടുകളിലും പുഴകളിലുമാണ് പോള നിറഞ്ഞിരിക്കുന്നത്. കൊടൂരാറിൽ പൂർണ്ണമായും പോള നിറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ജലഗതാഗതം തടസ്സപ്പെട്ടു. യാത്രാ ബോട്ടുകളുടെ സർവീസും നിലച്ചു. പടിഞ്ഞാറൻ മേഖലയിലെ ജലഗതാഗതത്തെ ആശ്രയിക്കുന്നവർ ഇതോടെ ദുരിതത്തിലായിരിക്കുകയാണ്. എന്റെ 50 വയസ്സ് തുടങ്ങിയാണ് കാണാൻ തുടങ്ങി ഈ പോള. ഈ 10,000 കൃഷിക്കാരുണ്ട്, എല്ലാ ആൾക്കാരുണ്ട്. ഈ സംവിധാനം കൃഷിക്കാരും നോക്കുന്നില്ല, മാറി വരുന്ന ഗവൺമെന്റ്. ഞാൻ കോൺഗ്രസ്സുകാരനാണ്, എങ്കിലും ഒരു കൃഷിക്കാരനും അത് നോക്കുന്നില്ല, പിടിക്കുന്നില്ല. ഇതെല്ലാ കൊല്ലം കാലാകാലമായിട്ടുള്ളതും ഷട്ടർ സംവിധാനം തുറക്കുന്ന സമയത്ത് പോകുന്നതാണ്. പക്ഷെ ഇപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എക്കൽ അടിയുന്നതിനെക്കാട്ടി പ്രധാനപ്പെട്ടതായിട്ട് ഇറിഗേഷന്റെ തെറ്റായ നയങ്ങൾ കൂടെ കുറച്ച് കട്ട പൊങ്ങിയിരിപ്പുണ്ട്. ആ പ്രദേശങ്ങളിൽ പൊങ്ങിയിരിക്കുന്ന പ്രദേശങ്ങളുണ്ട്. കൂടാതെ 18-ന് ശേഷമുള്ള പ്രളയങ്ങളിൽ മുഴുവൻ വന്ന എക്കൽ അടിഞ്ഞുകൊണ്ട് ഈ ബോട്ടോടുന്ന് ചാലൊഴിച്ച് ബാക്കി എല്ലാ സ്ഥലങ്ങളും ഉയർന്നായിരിക്കുന്നത്. അവിടെ പോള കയറി ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ ഇറങ്ങിപ്പോകാനുള്ള സംവിധാനം. വേനൽ രൂക്ഷമായതോടെ പോള ചെയ്യുന്നതും പതിവായിരിക്കുകയാണ്. ഇത് ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്നുണ്ട്. തോടുകളിലെയും ആറുകളിലെയും ജലം ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എല്ലാ വർഷവും ലക്ഷങ്ങൾ മുടക്കി പോള നീക്കം ചെയ്യാറുണ്ട്. പക്ഷേ ശാശ്വത പരിഹാരമില്ലാത്തത് പ്രശ്നങ്ങൾ ഇരട്ടിയാക്കുന്നു. ഇത്തവണ പോള നീക്കം ചെയ്യാനുള്ള ഒരു ജോലിയും നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം യാത്രാ ബോട്ട് പോളയിൽ കുടുങ്ങിയത് 10 മണിക്കൂറാണ്. അപ്പർ കുട്ടനാട്ടിലെ കൃഷിയെയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കൊയ്തിട്ട നെല്ല് കരക്കെത്തിക്കാനാകാത്ത അവസ്ഥയിലാണ് കർഷകർ. പോളശല്യം വേമ്പനാട്ടുകായലിന്റെ ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്നുവെന്നാണ് വിദഗ്ധരും പറയുന്നത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായൊരു ഇടപെടലാണ് ഇവിടെ ആവശ്യം. കോട്ടയത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. കുടിവെള്ളവും ഗതാഗത മാർഗവും തടസ്സമായിട്ടും നടപടിയെടുക്കേണ്ട ആളുകൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നാട്ടുകാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ കുടിവെള്ളമാണ്. കുടിവെള്ളം പോയിട്ട് ഞങ്ങൾക്ക് മുഖം കഴുകാനോ കൈ കഴുകാനോ ഒന്നും പറ്റില്ല. കുഞ്ഞുങ്ങൾ മുതൽ 85 വയസ്സിന് മുകളിൽ വീട്ടിൽ വന്ന് ഓട്ടവകാശം രേഖപ്പെടുത്തിയ വ്യക്തികൾ വരെയുള്ള സ്ഥലമാണിത്. അവർക്ക് എന്തെങ്കിലും ഒരു മേലാഴിക ഉണ്ടായെങ്കിൽ തന്നെ ഈ പോളയ്ക്കകത്തൂടെ വേണം ഞങ്ങൾ ഇവരെ രക്ഷപ്പെടുത്തുവാൻ. ഇവിടുത്തെ പ്രശ്നം വെള്ളം ചീഞ്ഞ് നാറിയിട്ട് മനുഷ്യനൊന്ന് കൈ കൊണ്ട് എടുക്കാനോ ഉപയോഗിക്കാനോ ഒന്നും ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ കൊള്ളുകയില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇത് കാലാകാലങ്ങളായിട്ട് ഇത് വർഷങ്ങളായിട്ടുള്ളതാണ്. അതിന് വേണ്ടതായ നടപടികളൊന്നും ഇതുവരെ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. മിച്ചോമിക്കകത്ത് നെല്ല് കൊടുക്കാൻ പോകാൻ പറ്റിയില്ല. ആ വള്ളം നെല്ല് കൊടുക്കാൻ പോകാൻ പറ്റാതെ എൻ്റെ വള്ളം കുടിക്കിടക്കായിരുന്നു. ഞാൻ ഒരുപാട് ദുരിതം അങ്ങ് കാലിപ്പോയത്. ഇപ്പോഴും അക്കരെ പാടശേഖരത്ത് നെല്ല് കൊയ്തിട്ടിരിക്കുന്ന നെല്ല് എടുക്കാൻ നിവൃത്തിയില്ലാതെ ഇപ്പോഴും നെല്ല് കിടക്കുവാണ്. എന്നെ ചെയ്യാൻ പറ്റും? ഇതുപോലെ പോയാൽ എന്നെ ചെയ്യാൻ